അങ്കണവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13 ദിവസമായി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. മേഘന മുരളിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. മേഘന, എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനമായി സമരം അവസാനിപ്പിക്കുമ്പോൾ? ഉമേഷ്, കഴിഞ്ഞ 13 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അംഗനവാടി ജീവനക്കാർ സമരം നടത്തുകയാണ്. അവരുടെ വിവിധ ആവശ്യങ്ങൾ, 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവർ. അതായത് 21,000 രൂപയായിട്ട് വരുമാനം വർദ്ധിപ്പിക്കുക, ഒറ്റത്തവണയായി വേതനം നൽകുക, കൂടാതെ അങ്ങനെ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 13 ദിവസമായി ഇവർ ഇവിടെ സമരമിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിലാണ് ഇവിടെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ഇവിടെ നിന്നും മടങ്ങാം. തീരുമാനം KN ബാലഗോപാലുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം പരിഗണിക്കാമെന്നുള്ളൊരു കാര്യം ജീവനക്കാരെ അറിയിക്കുന്നു. അങ്ങനെ ഇവർ ഈ ഒരു 3 മാസത്തെ സമയം സർക്കാരിന് കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ. അത് പല ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിൽ 3 ആവശ്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ പരിഗണിക്കാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ അത്തരത്തിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി ഉറപ്പ് നൽകിയത്? ഞങ്ങളുടെ ക്യാഷ് ഫോണിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് മാറ്റി ഏപ്രിലോടെ അത് വേറെ തരാൻ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻഷുറൻസിന്റെ കാര്യം, അത് കാരുണ്യ ക്യാഷ് എന്നും പറഞ്ഞ് അതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് 3 കാര്യങ്ങൾ അവർ അനുകൂലിച്ച് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. 10 ആവശ്യങ്ങൾ അങ്ങനെ ഉന്നയിച്ചാലാണ് 3 കാര്യങ്ങൾ ഇതാക്കിയത്. 3 മാസത്തെ കാലാവധിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സമയം കൊടുക്കുന്നു സർക്കാരിന്. 3 മാസം സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി. പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. ഇനി അതിന് ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും നിരാഹാര സമരവുമായി ഇവിടെ തിരിച്ചെത്തുന്നതായിരിക്കും. എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ പരിഗണിക്കാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുള്ളത്? പരിഗണിക്കാമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒരു ഫോണ്, നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾക്കൊരു ഫോണ് തന്നത് ഏറ്റവും കമ്പനി ഇല്ലാത്തൊരു സോളോന്റെ കമ്പനിയിലെ ഫോണാണ്. 2 വർഷമായി തകരാറായിരുന്നു. ഞങ്ങളുടെ സ്വന്തം ഫോണിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഫോണില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മക്കളുടെയൊക്കെ ഫോണിലാണ് ഞങ്ങൾ സമരം അവസാനിക്കുന്ന. ആ ഫോണ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ നമ്മുടെ മിനിമം വേതനം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പെരുന്നാളൊക്കെ വരികയാണ്, ആഘോഷങ്ങളൊക്കെ വരികയാണ്, അത് വീട്ടിൽ ആഘോഷിക്കാം. അത് വീട്ടിൽ ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ നോമ്പ്. സന്തോഷമായി ഞങ്ങൾ മന്ത്രിയെ ബഹുമാനിക്കുന്നു, ധനകാര്യ മന്ത്രിയെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനത്തോടെയാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് എണീറ്റ് പോകുന്നത്. ഉമേഷ്, അങ്ങനെ തന്നെയാണ്. ഇവർ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. 3 മാസത്തെ സമയം ഇപ്പോൾ അംഗനവാടി ജീവനക്കാർ അവരുടെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധനവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം.